ഹായ്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലെ സ്പോർട്സ് ആൻഡ് വെൽനസ് എന്ന സബ്ജക്റ്റിലെ എക്സസൈസ് ആൻഡ് ഹാപ്പി ഹോർമോൺസ്. ഹാപ്പി ഹോർമോൺസ് എങ്ങനെയാണ് നമ്മളെ ബോഡിക്കുള്ള ഇമ്പോർട്ടൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ സന്തോഷകരമായ ഒരു കാര്യം ചെയ്യുമ്പോൾ ദ ബ്രെയിൻ വിൽ റിലീസ് കോക്ടെയിൽ ഓഫ് കെമിക്കൽസ്. ആ കെമിക്കൽസ് നമ്മളെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നു, ആങ്സൈറ്റി കുറയ്ക്കുന്നു, ഡിപ്രഷൻ കുറയ്ക്കുന്നു, നമ്മളെ മൂഡ് എലിവേറ്റ് ചെയ്യുന്നു. അപ്പം ഈ ഒരു ഹാപ്പി ഹോർമോൺസ് റിലീസ് എന്ന് വെച്ചാൽ ഇത് ഓട്ടോമാറ്റൈസ്ഡ് പ്രോസസ്സാണ്. ഇത് നാച്ചുറലി സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ എക്സസൈസ് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ വളരെയധികം സഹായിക്കുമെന്ന് ഒരുപാട് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കൊച്ചു കുട്ടിയുടെ ഫ്രണ്ടിലേക്ക് ഒരു ബോൾ റോൾ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ ആ കുട്ടി തീർച്ചയായിട്ടും ആ ബോൾ തട്ടിയിട്ട് ആ കുട്ടിയുടെ മുഖം നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായിരിക്കും, ഭയങ്കര ഫീലിംഗ് ഓഫ് ഗുഡ് എക്സ്പ്രഷൻ ആയിരിക്കും. കാരണം എന്താണ്, ആ ബോൾ തട്ടിയതിന് സന്തോഷത്തിൽ ബ്രെയിൻ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സ്പോർട്സ് ആൻഡ് ഗെയിംസിലേക്ക് വരുന്നത്. എല്ലാവരും ഫുട്ബോൾ, ഒരു നാട്ടിൽ ചെന്നാൽ ഫുട്ബോളൊക്കെ ഒരു ഇഷ്ട ഗെയിമായി മാറുന്ന കാര്യം, അവർ സന്തോഷകരമായി മാറുന്നു. വൈകുന്നേരം ഇച്ചിരി ഫുട്ബോൾ കളിക്കുമ്പോൾ ഹാപ്പിയായി മാറുന്നു. ദിസ് ഈസ് സിമ്പിൾ ലോജിക്. ദ സയൻസ് ഈസ് ബ്രെയിൻ ഈസ് റിലീസിങ് ഹാപ്പി ഹോർമോൺസ്. ദാറ്റ് ഈസ് വൈ വി ആർ ഫീലിംഗ് ഹാപ്പി. അപ്പോൾ നമ്മുടെ ബോഡിയിൽ 4 ഹാപ്പി ഹോർമോൺസ് ആണ് ബേസിക്കലി ബ്രെയിൻ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഹാപ്പി ഹോർമോൺസ് എന്ന് പറയുന്നത് എൻഡോർഫിൻസ് ആണ്. എൻഡോർഫിൻസ് എന്ന് വെച്ചാൽ ബേസിക്കലി ഫീൽ ഗുഡ് ഹോർമോൺസ് ആണ്. നമുക്ക് നല്ലൊരു ഫീലിംഗ് തരും, നമുക്ക് എപ്പോഴും പ്ലസൻറ്റ് ഫീലിംഗ് തരും. അതിലുപരി നാച്ചുറൽ പെയിൻ കില്ലറാണ്. നമുക്കറിയാം, നാച്ചുറൽ പെയിൻ കില്ലർ എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പലപ്പോഴും പെയിൻ കില്ലർ എന്ന് നമ്മൾ മെഡിസിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ദിസ് ഈസ് എ നാച്ചുറൽ പെയിൻ കില്ലർ. അതായത് നമ്മൾ കളിക്കുന്ന സമയത്ത് ചെറിയ പരിക്ക് വന്നാൽ പോലും നമ്മൾ ആ കളി കഴിഞ്ഞ ശേഷം ചിലപ്പോൾ ഒരുപക്ഷെ അറിയും, അത് ചിലപ്പോൾ അറിയത്തോലുമില്ല. കാരണം എന്ന് വെച്ചാൽ ഈ എൻഡോർഫിൻസ് എന്ന ഹോർമോൺ റിലീസ് ചെയ്യുന്നത് ആ ചെറിയ ഇഞ്ചുറി നമ്മൾ അറിയാതെ പോകും. അപ്പം നമ്മുടെ ബോഡിയിലെ പെയിൻ കില്ലേഴ്സ്, നാച്ചുറൽ പെയിൻ കില്ലേഴ്സ് ആണ് എൻഡോർഫിൻസ് എന്ന് പറയുന്ന ഹോർമോൺ. ദ നെക്സ്റ്റ് ഹോർമോൺ ഈസ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് വെച്ചാൽ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് നമ്മളെ മൂഡും പ്ലഷറും എലിവേറ്റ് ചെയ്യാൻ ഡോപ്പമൈനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺസിൻ്റെ റോൾ ഇത് തന്നെയാണ്. നമ്മളെ മൂഡിന് എലിവേറ്റ് ചെയ്ത് നമ്മളെ ഹാപ്പിയാക്കി നിർത്തുക, ആക്റ്റീവാക്കി നിർത്തുക, നമ്മളെ പ്ലഷറാക്കി, അതായത് എപ്പോഴും പ്ലസൻ്റ് ആക്കി നിർത്താൻ ഈ ഡോപ്പമൈൻ എന്ന ഹാപ്പി ഹോർമോൺസ് സഹായിക്കും എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഹാപ്പി ഹോർമോൺ ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺ. അതായത് ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺ എന്ന് പറയുന്നത് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് നമ്മളെ മൂഡ് എലിവേറ്റ് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മുടെ ക്വാളിറ്റിയുടെ സ്ലീപ്പ് എൻഹാൻസ് ചെയ്യുന്നു. അതായത് നല്ലൊരു ക്വാളിറ്റി സ്ലീപ്പ് വരുന്നു. ഒപ്പം നമുക്ക് തന്നെ അപ്പറ്റൈറ്റ്, നമ്മുടെ വിശപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് നല്ല വിശപ്പ് ഒക്കെ ഉണ്ടാവണമെങ്കിൽ നല്ല ഭക്ഷണം നല്ല ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ആ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സന്തോഷം തരുന്നത് അത് തീർച്ചയായിട്ടും ഈ സെറട്ടോണിൻ എന്ന് പറഞ്ഞൊരു ഹാപ്പി ഹോർമോൺ ആണ് ഈ ഒരു പോസിറ്റീവ് ഫീലിങ്സ് നമുക്ക് തരുന്നത്. നെക്സ്റ്റ് ഹാപ്പി ഹോർമോൺ ഈസ് ഓക്സിറ്റോക്സിൻ. ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത് ബോണ്ടിങ് ആൻഡ് റിലാക്സേഷൻ. നമ്മൾ ആൾക്കാരുമായിട്ട് നമ്മൾ ബോണ്ട് ചെയ്യാനും അല്ലെങ്കിൽ മിങ്കിൾ ചെയ്യാനും സോഷ്യലൈസ് ചെയ്യാനും നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഒരു ഹാപ്പി ഹോർമോണാണ് ഓക്സിറ്റോക്സിൻ എന്ന് പറയുന്നത്. അതായത് ഫീലിംഗ് ഓഫ് ട്രസ്റ്റ്, ഒരാളിലുള്ളൊരു വിശ്വാസം, ഇങ്ങനെയുള്ള ഇതൊക്കെ ബിൽഡ് ചെയ്യാൻ ഈ ഓക്സിറ്റോക്സിൻ എന്ന് പറഞ്ഞ ഹാപ്പി ഹോർമോൺ സഹായിക്കുന്നുള്ളതാണ്. ഇത് നാച്ചുറലി ബ്രെയിൻ റിലീസ് ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക്കലി റിലീസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഈ പ്രോസസ്സിൽ ഈ 4 ഹാപ്പി ഹോർമോൺസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ നല്ലൊരു എമൗണ്ടിൽ അല്ലെങ്കിൽ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഹാപ്പി ഹോർമോൺസ് ആർ റിലീസ്ഡ് ഫ്രം ദ ബ്രെയിൻ വിച്ച് വിൽ മേക്ക് യു ആക്റ്റീവ്, ഹാപ്പി ആൻഡ് ഹെൽത്തി എന്നുള്ളതാണ്. അപ്പം ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ നമ്മൾ എന്ത് ടൈപ്പ് എക്സസൈസ് ആണ് ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ അവർ ഇഷ്ടംപോലെ ഗെയിംസ് കളിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ചിലപ്പോൾ ഫുട്ബോൾ ആവാം, ക്രിക്കറ്റ് ആവാം, വോളിബോൾ ആവാം, ബാസ്കറ്റ് ബോൾ ആവാം, ഷട്ടിൽ ബാഡ്മിൻ്റൺ ആവാം, ടേബിൾ ടെന്നീസ് ആവാം, ടെന്നീസ് ആവാം, ഹോഴ്സ് റൈഡിങ് ആക്കി, ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഗെയിം. അങ്ങനെ ആ ഒരു ഗെയിം നമ്മൾ ഇഷ്ടപ്പെട്ട് കളിക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മുഴുകുന്നു. നമ്മൾ ആ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ 1.5 മണിക്കൂറോ ആ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അതിലങ്ങ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യുമ്പോൾ നാച്ചുറലി ബ്രെയിൻ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു. ആ ഹാപ്പി ഹോർമോൺസ് നമ്മളെ ഫുൾ വൈബ്രൻ്റ് ആക്കി ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഫുൾ ഡേ നമ്മളെ വൈബ്രൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടികളെല്ലാം കളിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കുട്ടികൾ സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പീരീഡും ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ ഒരു കാരണം അതാണ്. കുറച്ച് സ്പോർട്സ് ആൻഡ് ഗെയിംസ് വിൽ മേക്ക് ദം ഹാപ്പി എന്നുള്ളതാണ്. അപ്പം നെക്സ്റ്റ് ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാനുള്ള അടുത്ത എക്സസൈസ് മേഖല എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. നമ്മൾ ജിമ്മിലൊക്കെ പോകുമ്പോൾ കുറച്ച് മസിലൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ സന്തോഷം വരുന്നു. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ആ ട്രാൻസ്ഫോർമേഷനും ആ ചേഞ്ചും വളരെ ഹാപ്പി ആക്കുന്നു. ഇത് ഹാപ്പി ആക്കുന്നതും ആ സന്തോഷത്തോടെ ചെയ്യുമ്പോഴും ഹാപ്പി ഹോർമോൺസ് റിലീസ് കൂടുതലാക്കും എന്നുള്ളതാണ്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് അല്ലെങ്കിൽ ജിം വർക്കൗട്ട് നമ്മൾ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യാൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. നെക്സ്റ്റ് വൺ ഈസ് യോഗ. അതായത് മൈൻഡ്ഫുൾനെസ് എക്സസൈസസ്. നമുക്ക് ബ്രീത്തിങ് ടെക്നിക്കും റിലാക്സേഷൻ ടെക്നിക്കും അങ്ങനെയുള്ള ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാമാവുന്നു,
നമ്മൾ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരുന്നു, കുറേ കൂടെ റിലാക്സ് ആവുന്നു, കംഫർട്ടബിൾ ആവുന്നു. അപ്പോഴും നമ്മുടെ എക്സസൈസ് ചെയ്യുമ്പോൾ ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ യോഗയ്ക്കകത്ത് പ്രധാനമായിട്ട് കുറേ സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യും. ആ സ്ട്രെച്ചിങ് വിൽ മസിൽസ് എലാസിറ്റി കൂട്ടി നമ്മളെ ബ്രെയിൻ എന്നുള്ള കമ്മ്യൂണിക്കേഷൻ ഫാസ്റ്റായി, ന്യൂറോ ട്രാൻസ്മിഷൻ ഫാസ്റ്റായി, ഇറ്റ് മേക്ക് അസ് ഹാപ്പി എന്നാണ്. ദെൻ ഫൈൻഡ് ആൻഡ് എക്സസൈസ് ബഡ്ഡിയാണ്. ഇപ്പോൾ നമുക്കൊരു പാർട്ട്ണറുമായിട്ട് ചേർന്ന് എക്സസൈസ് ചെയ്താൽ കുറേ കൂടെ ഹാപ്പി ഫീൽ. ഇപ്പോൾ നമ്മൾ സപ്പോസ് ഫിറ്റ്നസ് ഗ്രൂപ്പിൽ എക്സസൈസ് ചെയ്യുന്നു, പലപ്പോഴും മോട്ടിവേഷൻ ആയിരിക്കും. എല്ലാവരും കൂടെ ചേർന്നും ഒരു ഗ്രൂപ്പായിട്ടും ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പലപ്പോഴും കൂടുതൽ ചെയ്യാനായിട്ട് സഹായിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാപ്പി ഹോർമോൺസ് റിലീസ് അവിടെ സഹായിക്കുന്നു. ദെൻ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വാക്കിംഗ്, ഇപ്പോൾ നിരന്തരം ആൾക്കാർ നോക്കിയാൽ എല്ലാവരും വാക്കിങ്ങിലേക്ക് വന്നത് നല്ലൊരു കാർഡിയോ എക്സസൈസ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഹൈക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ സ്വിമ്മിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ റോവിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ സുംബ ചെയ്യുന്നു, എയറോബിക്സ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ആക്ടിവിറ്റി, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓപ്പൺ എയറിൽ നമുക്ക് ചെയ്യാം. ഇതിനുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഈ എക്സസൈസ് എല്ലാം നമ്മുടെ ഹാപ്പി ഹോർമോൺസിൻ്റെ റിലീസിനെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് എക്സസൈസ് ചെയ്യുന്നു എന്നല്ല, നമുക്ക് ഏത് എക്സസൈസ് ചെയ്താലും നമുക്ക് ഹാപ്പി ആയിട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ബോഡിയെ ആക്റ്റീവാക്കി നിർത്താൻ പറ്റും. നമ്മൾ നല്ല ഫിറ്റായി മാറുമെന്ന് മാത്രമല്ല, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവുന്നുണ്ട്. അങ്ങനെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവാൻ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് സഹായിക്കുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും എക്സസൈസ് ചെയ്യുക, ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആവുക. ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.